ഹലോ ഫ്രണ്ട്സ്, വണ്ടർലസ്റ്റിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഫാമിലി റിയൂണിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫാമിലി റിയൂണിഫിക്കേഷന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിനെയും ചിൽഡ്രനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഇപ്പൊ ഹസ്ബൻഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൈഫിനെയും ചിൽഡ്രനെയും ഒരുമിച്ച് കൊണ്ടുവരാം. എല്ലാത്തിനും സെയിം ഫോർമാലിറ്റീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അറിയണം ആർക്കൊക്കെ ഫാമിലി റിയൂണിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും, ആരൊക്കെ എലിജിബിൾ ആണെന്നുള്ള കാര്യം. എന്നിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നഴ്സുമാർക്കാണ് മാൾട്ടയിൽ മെയിനായിട്ട് ഫാമിലി റിയൂണിഫിക്കേഷൻ കൊടുക്കാറ്. കാരണം അവർ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 21,000 euro ആനുവൽ സാലറി ഉള്ള ആർക്കും നമുക്കിതിൽ എലിജിബിൾ ആണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കെയറേഴ്സ് ഒക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമോ, പക്ഷേ സാലറി കുറവായ കാരണം അവർക്ക് ചാൻസ് കുറവാണ്. പിന്നെ പിള്ളേരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് അവരുടെ പേരൻസ് രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ രണ്ടുപേരുടെയും സാലറി ഈ 21,000 euro മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വെക്കാം. അതിന് ഒരു പ്രശ്നമില്ല, അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അപ്രൂവൽ ലെറ്റർ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ID കാർഡ് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരികയാണെങ്കിൽ ഞാനാണ് സ്പോൺസർ, എൻ്റെ ഹസ്ബൻഡാണ് ഫാമിലി മെമ്പർ. അപ്പം ഏത് ഫോം ഫില്ല് ചെയ്താലും സ്പോൺസറുടെ ഡീറ്റെയിൽസിന്റെ അവിടെ നമ്മളും ഫാമിലി മെമ്പറിന്റെ അവിടെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസും ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നോക്കുക നമ്മുടെ ID കാർഡ്, അതായത് സ്പോൺസറിന്റെ ID റെസിഡൻസ് കാർഡ് 6 മന്തെങ്കിലും വാലിഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് കോൺട്രാക്ടിങ് 6 മന്ത് എല്ലാം 6 മന്ത് വാലിഡ് ആണോ എന്ന് നോക്കുക. വർക്ക് കോൺട്രാക്ട് 6 മന്ത് വാലിഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട്, സ്പോൺസർഡ് ഫാമിലി മെമ്പറിന്റെ പാസ്പോർട്ട്, അതും 6 മന്ത് വാലിഡ് ആണോ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ റെന്റൽ എഗ്രിമെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെന്റൽ എഗ്രിമെന്റും 6 മന്തെങ്കിലും വാലിഡ് ആണോ നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലി മെമ്പർ, നമ്മൾ കൊണ്ടുവരുന്നത് ആരെയാണോ അവരുടെ നെയിം അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കാം. ഇപ്പൊ ഐഡന്റിറ്റി മാൾട്ട മാറി ഐഡന്റിറ്റി ആയി. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അത് ID മാൾട്ട ആയിരുന്നു. അപ്പൊ ഇപ്പം തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് മാറ്റമുണ്ട് ഐഡന്റിറ്റി ആയപ്പോൾ. കാരണം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എല്ലാം ഒരു PDF ആക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് മെയിൽ ID സെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ എല്ലാം ഡയറക്റ്റ് ഓരോരോ ഫോൾഡർ ആക്കിയിട്ട് സെപ്പറേറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫാമിലി റിയൂണിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് സബ്സിഡിയറി രജിസ്ട്രേഷൻ, ഒന്ന് ഫാമിലി മെമ്പർ പോളിസി. അതിൽ നമ്മൾക്ക് എലിജിബിലിറ്റി ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫാമിലി മെമ്പർ പോളിസിയാണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഐഡന്റിറ്റിയുടെ സൈറ്റിൽ കയറുമ്പോൾ മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, അതായത് സബ്സിഡിയറി ലെജിസ്ലേഷൻ ആണോ അതോ ഫാമിലി മെമ്പർ പോളിസി ആണോ എന്ന്. അപ്പൊ നമ്മൾ അതിൽ ഫാമിലി മെമ്പർ പോളിസി ടിക്ക് കൊടുക്കാം. എന്നാൽ മാത്രമേ അതിന്റെ ക്രൈറ്റീരിയയിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത് എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് ഇതിന് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇതിന്റെ ഫോം, അതാണ് ഫാമിലി മെമ്പർ പോളിസി എന്ന് പറയുന്ന ഫോം. അത് നമ്മൾ ഫില്ല് ചെയ്യാം. ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പെൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആ ഫോം വേണം, അത് നമ്മൾ റെഡിയാക്കി വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി മെമ്പർ പോളിസിയുടെ ഫോം G എന്ന് പറഞ്ഞ ഫോം. അപ്പം ഇത് നമ്മൾ ഫില്ല് ചെയ്യുക. ഇതിന്റെ താഴെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ലാൻഡ് ലോഡ് ഡിക്ലറേഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ അത് റെന്റൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഫോം ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ ലാൻഡ് ലോഡിനെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് എല്ലാം സെപ്പറേറ്റ് ഫോൾഡർ ആക്കുക, PDF ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഫോമിന്റെ താഴെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ള ചെക്ക് ലിസ്റ്റ് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ID കാർഡ്, ഇത് സ്പോൺസറിന്റെ ID കാർഡ് ഞാൻ പറഞ്ഞായിരുന്നു 6 മന്ത് വാലിഡ് ആയിരിക്കണം. ആ ID കാർഡിന്റെ കോപ്പി വേണം. രണ്ടാമത് പിന്നെ വേണ്ടത് നമ്മുടെ പാസ്പോർട്ട്, അതായത് സ്പോൺസറുടെ പാസ്പോർട്ട്. അതിനും ഒരു 6 മന്ത് വാലിഡിറ്റി, സ്പോൺസറുടേതും ഫാമിലി മെമ്പറിൻ്റെതായാലും ഒരു 6 മന്ത് വാലിഡിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ പാസ്പോർട്ടിന്റെ ഫുൾ പേജ് കോപ്പി, നമ്മുടേത് ഫുൾ പേജ് കോപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രണ്ടും ബാക്ക് പേജ് ആയാലും മതി. പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പറിന്റെ ഫുൾ പേജ് കോപ്പി പാസ്പോർട്ട് എന്തായാലും നിർബന്ധമായിട്ട് ഒരു പേജ് പോലും മിസ്സാവാതെ ഉണ്ടായിരിക്കണം. അത് റെഡിയാക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ
വീടിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ റെന്റൽ എഗ്രിമെന്റ് വേണം. റെന്റൽ എഗ്രിമെന്റ് ഒരു 6 months വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന നമ്മുടെ ഫാമിലി മെമ്പറിന്റെ പേരും പാസ്പോർട്ട് നമ്പറും എന്തായാലും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. കാരണം അതിൽ 2 പേർക്ക് ജീവിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് അപ്രൂവൽ ലെറ്റർ ID മാൾട്ട തരുന്നത്. അപ്പൊ അത് എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൗസിംഗ് അതോറിറ്റി, നമ്മൾ റെന്റൽ എഗ്രിമെന്റ് എഴുതിച്ച് ഒരു 10 daysനുള്ളിൽ നമുക്ക് ഹൗസിംഗ് അതോറിറ്റി കിട്ടും. അപ്പൊ ഹൗസിംഗ് അതോറിറ്റിയുടെ പേപ്പറിന് പ്രത്യേക ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഹൗസിംഗ് അതോറിറ്റി റെഡിയാക്കണം. അതുപോലെ തന്നെ ഉള്ളൊരു ഫോമാണ് ആർക്കിടെക്ചർ അറ്റസ്റ്റേഷൻ എന്ന് പറയും. ആർക്കിടെക്ചർ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർക്കിടെക്ചറിനെ പോയി കണ്ട് അവരെ കൊണ്ടിട്ട് നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു പേപ്പറാണ്. ഞാൻ അതിന്റെ മോഡൽ കാണിച്ചു തരാം. അത് ജസ്റ്റ് €35 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ആർക്കിടെക്ചറെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് പരിചയമുള്ള ഒരു ആർക്കിടെക്ചറുടെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം ആ ആർക്കിടെക്ചറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതി തരും. 2 പേർക്ക് ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട് ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവർ എഴുതി തരും. €35 കൊടുത്താൽ മതി. അങ്ങനെ അത് എന്തായാലും റെഡിയാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്. ഇത് നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ €35 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ആർക്കിടെക്ചർ എഴുതി തരും. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇത് റെന്റലിന്റെ കാര്യങ്ങളെല്ലാം വേണ്ടത്. പിന്നെ റെന്റൽ ഡിക്ലറേഷൻ ഫോം നേരത്തെ നമുക്ക് വേണമായിരുന്നു. ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് വേണ്ട. നമ്മൾ ഫാമിലി മെമ്പർ പോളിസി എന്ന് പറഞ്ഞൊരു ഫോമിന്റെ കാര്യം പറഞ്ഞു. ആ ഫോമിന്റെ ലാസ്റ്റ് പേജ് റെന്റൽ ഡിക്ലറേഷൻ ഫോമും കൂടെ കൂടിയതാണ്. അത് നമ്മൾ ലാൻഡ് ലോഡിനെ കൊണ്ട് എന്തായാലും സൈൻ ചെയ്യിപ്പിക്കണം. പിന്നെ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിന്റെ കാര്യങ്ങളാണ് വേണ്ടത്. അതായത് നമ്മുടെ വർക്ക് കോൺട്രാക്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു 6 months വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ വേണ്ടത് FS3. ഇപ്പം ഞാൻ നേഴ്സായിട്ട് കയറി കഴിഞ്ഞ ഓർഡർ തന്നെ ഞാൻ വെച്ചായിരുന്നു. അത് കാരണം എനിക്ക് നേഴ്സിന്റെ FS3 കിട്ടിയില്ല. അപ്പൊ ഞാൻ കെയറിന്റെ FS3 ആണ് വെച്ചത്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നേഴ്സാണെങ്കിൽ നേഴ്സിന്റെ തന്നെ FS3 വെക്കും. എനിക്ക് ആ സമയത്ത് കെയറിന്റെ FS3 വെച്ചെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, റിജക്ഷൻ ഒന്നും ഉണ്ടായില്ല, എനിക്ക് കിട്ടി. ഇപ്പം ഒത്തിരി റൂൾസ് ഒക്കെ മാറിയിരിക്കുന്നത് കൊണ്ട് ഇനി അതില്ല എങ്കിൽ അവർ റിജക്റ്റ് ആക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടത് 6 months പേ സ്ലിപ്പ്. 6 months പേ സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ 3 months വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ 6 months വെക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ 3 months പേ സ്ലിപ്പേ വെച്ചുള്ളൂ. കാരണം ഞാൻ നേഴ്സായി കയറിയ ഉടനെ തന്നെയാണ് ഞാൻ ഈ ഫാമിലി റിയൂണിഫിക്കേഷൻ അപ്ലൈ ചെയ്തത്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട. 6 months പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ചോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എംപ്ലോയറുടെ അടുത്തുനിന്ന് വേണ്ടത്. അതായത് വർക്കിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്പോസ്റ്റോലി ചെയ്യണം. അത് ചെക്ക് ലിസ്റ്റിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോസ്റ്റോലി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മാൾട്ടീസ് ട്രാൻസ്ലേറ്ററെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ നമ്മൾ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ആരും തന്നെ അത് ചെയ്യിപ്പിക്കാറില്ല. എല്ലാവരും തന്നെ നാട്ടിൽ നിന്ന് അപ്പോസ്റ്റൽ ചെയ്താണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ മാരേജ് നടന്ന എവിടെയാണോ അവിടുത്തെ ഹൈക്കമ്മീഷനിൽ നമ്മൾ അപ്പോസ്റ്റൽ ചെയ്യണം. അപ്പൊ ഞങ്ങളുടെയൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അപ്പോസ്റ്റൽ ചെയ്തത് നമ്മുടെ ഡൽഹിയിലായിരുന്നു. ഡൽഹി ഹൈക്കമ്മീഷനിലായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിലേക്ക് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 2000-3000 രൂപ ഇന്ത്യൻ മണി അടുത്തേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡൽഹിക്ക് അയച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂവേ നമുക്ക് അപ്പോസ്റ്റൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഡൽഹിക്ക് അയച്ചു കൊടുക്കും. അതിന് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അത് അപ്പോസ്റ്റൽ ചെയ്ത് നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടും. അതാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം പിള്ളേരെ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതും ഇതുപോലെ നമ്മുടെ ഡൽഹിയിൽ വിട്ട് അപ്പോസ്റ്റൽ ചെയ്ത് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം സ്കാൻ ചെയ്ത് സെപ്പറേറ്റ് ഫോൾഡർ ആക്കി നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വേണ്ട ഒരു ലെറ്ററാണ് സ്പോൺസർ ലെറ്റർ, അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ. നമ്മൾ നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അതാണ് ഇതിലും മെയിൻ ആയിട്ട് വേണ്ട ഒരു ലെറ്റർ. അപ്പൊ അതെങ്ങനെ എന്തുമാത്രം സ്ട്രോങ് ആയിട്ടാണോ നമ്മൾ ആ ലെറ്റർ എഴുതുന്നത്, അത്രയും സ്ട്രോങ് ആയിട്ട് അവരത് പരിഗണിക്കത്തുള്ളൂ. നമ്മുടെ സ്പോൺസർ ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്പൗസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രനെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ഫുൾ കാര്യങ്ങളും, അവരുടെ ഫുൾ ലീവിങ്ങിനുള്ള ചെലവും അവരുടെ ഫുൾ കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊള്ളാം എന്നാണ് നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതുക. അപ്പൊ ഇത്രയാണ് ഡോക്യുമെന്റ്സ് നമ്മൾ ഫാമിലി റിയൂണിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഐഡന്റിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം. നേരത്തെ ID മാൾട്ട ആയിരുന്നു, ഇപ്പൊ ഐഡന്റിറ്റി ആണ്. അതിന്റെ ഏത് സൈറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പൊ അതിൽ കയറുക. അതിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ EID ആയിട്ട് ലിങ്ക് ആണ് ഇപ്പം. അപ്പൊ EID പാസ്വേഡ് ഒക്കെ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പൊ EID കയറിയിട്ട് വേണം നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ. എല്ലാത്തിനും സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ ഓരോ ഫോൾഡറിൽ
കയറി നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പൊ ഇതിന് ചാർജ് ഉണ്ട്, 27 യൂറോ ആണ്, 27.50 യൂറോ ആണ് ഇതിന്റെ ചാർജ്. അപ്പൊ നമ്മൾ അത് കാർഡ് പേയ്മെന്റ് ചെയ്താണ് നമ്മൾ ഫുൾ സബ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇതാണ് ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ആയിട്ട് ഐഡന്റിറ്റിയുടെ ഒരു പോർട്ടൽ വരും. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ, അതിൽ ഫാമിലി റിയൂണിഫിക്കേഷൻ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലി റിയൂണിഫിക്കേഷൻ കണ്ടെടുത്ത് ലോഗിൻ വിത്ത് EID കൊടുക്കാം. അപ്പം നമുക്കൊരു EID നമ്പറും പാസ്വേഡും കാണും. അപ്പം അത് ആരും മറന്നു പോയല്ലോ, എല്ലാവരും ഓർത്ത് വെക്കുക. കാരണം അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ EID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. ഒന്നെങ്കിൽ വെരിഫൈ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലോട്ട് സെൻഡ് കോഡ് കൊടുക്കാം. ഞാൻ മെയിലിലോട്ടാണ് എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് EIDയിൽ കയറുക, വെരിഫൈ കൊടുത്ത്. അതിൽ കണ്ടിന്യൂ ഉണ്ട്, മൈ അക്കൗണ്ട് ഉണ്ട്. അതിൽ നമ്മൾ കണ്ടിന്യൂ അടിക്കുക. അപ്പം നേരെ ചെല്ലുന്നത് ഐഡൻറ്റിറ്റിയുടെ സൈറ്റിലോട്ടായിരിക്കും. അതിൽ മുകളിൽ ഒരു 3 വരയുണ്ട്. ആ വര ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ന്യൂ ആപ്ലിക്കേഷൻ ഓർ റിന്യൂവൽ, അത് ടിക്ക് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷൻ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും, ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽ, ആപ്ലിക്കൻ്റ് റെസിഡൻസ് ഡീറ്റെയിൽ, അഡീഷണൽ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ്, ട്രാവൽ ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെ ഫുള്ള് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. ഫോറിൻ ആപ്ലിക്കൻസ് ഡീറ്റെയിൽസ് എന്നാണ്. അപ്പം നമ്മളാണ് ആപ്ലിക്കൻ്റ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അടിക്കുക. ഡീറ്റെയിൽസ് അടിച്ചു പോയതിനെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആപ്ലിക്കേഷൻ സമ്മറി ഉണ്ട്. ആപ്ലിക്കേഷൻ സമ്മറി കൊടുത്ത് നമ്മൾ 27.50 യൂറോ പേയ്മെൻറ്റും കൂടെ ചെയ്താലാണ് സക്സസ്ഫുൾ ആവുന്നത്. ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമ്മുടെ ഫാമിലി മെമ്പർ മാൾട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാർഡിന് പേയ്മെൻറ്റ് കൊടുക്കണ്ട. നമുക്ക് ID കാർഡിനുള്ള പേയ്മെൻറ്റാണ് അവർ 27.50 യൂറോ നമ്മുടെ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിലേക്ക് നെക്സ്റ്റ് അടിച്ച് കയറിപ്പോയി കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ ഫോൾഡറായിട്ട് നമ്മൾ PDF ആക്കി വെച്ചേക്കുന്നത് സെപ്പറേറ്റ് നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ് ഓരോ ഫോൾഡറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വൺസ് ഇത് ഐഡന്റിറ്റിയിൽ റിസീവ് ആയി കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും, റിസീവായി, സക്സസ്ഫുള്ളി റിസീവായി, അത് വെരിഫിക്കേഷന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മെയിൽ വരും. 15 ഡേയ്സ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ചിലവർക്ക് 15 ഡേയ്സിന് മുന്നേ വരും, ചിലർക്ക് 15 ഡേയ്സ് കഴിഞ്ഞ് വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവർ അപ്പോയിൻമെന്റ് വിളിക്കും. അപ്പം നമ്മൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിട്ട് അപ്പോയിൻമെന്റ് വേണം. പക്ഷെ ചിലവർക്ക് അപ്പോയിൻമെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് അപ്രൂവൽ ലെറ്റർ ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോ ഡിപ്പെൻഡാണ്, ഓരോരുത്തരുടെ ലക്ക് പോലെ ഡിപ്പെൻഡാണ് നമുക്കത് കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 15 ഡേയ്സ് ആണ് അവർ പറയുന്നത്. ഈ 15 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ വന്നില്ല എങ്കിൽ നമുക്ക് ഐഡന്റിറ്റിയുടെ മെയിൽ IDയിലോട്ട് ഡയറക്റ്റ് നമുക്ക് മെയിൽ അയക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്തായി പ്രോസസ്സിങ് എന്ന്. അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തരും. ഇപ്പം കുറച്ചുകൂടെ ഫാസ്റ്റാന്ന് കേട്ടു ഐഡന്റിറ്റി. അപ്പോൾ നമുക്ക് അവർ റിപ്ലൈ തരും, നിങ്ങളുടെ പ്രോസസ്സ് വെരിഫിക്കേഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ വേണ്ടി കൊടുത്തേക്കാണ്, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിലാണ്, ഇത്രയും ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് റിപ്ലൈ തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെയിൽ അയക്കുമ്പോൾ അപ്പോൾ തന്നെ അവർ അപ്രൂവൽ ലെറ്റർ അയച്ചു തരും. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട, അവർ നമുക്ക് അപ്രൂവൽ ലെറ്റർ തരും. നമ്മുടെ അപ്രൂവൽ ലെറ്റർ കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മുടെ VFS എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്രൂവൽ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി റിയൂണിഫിക്കേഷൻ ഐഡന്റിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇനി എങ്ങനെയാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിസയ്ക്ക് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.